ധനം ഊർജമാണ്. എവിടെയാണോ ഊർജമുള്ളത്, ആരാണോ ഊർജ്ജസ്വലരായിരിക്കുന്നത്, അവരിലേക്കാണ് ധനം ഒഴുകുക. ധനത്തിൻ്റെ ഈ നിയമം നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. ഊർജം വിനിയോഗിക്കപ്പെടുമ്പോൾ അതിന് പ്രതിഫലമായി ലഭിക്കുന്നതിനെയാണ് നമ്മൾ ധനം എന്ന് പറയുന്നത്. അതിനായി നമ്മൾ നമ്മളിലെ ഊർജത്തെ ചാനലൈസ് ചെയ്യുകയും ഊർജത്തെ കൃത്യമായ രീതിയിൽ വിനിയോഗിക്കുകയും ചെയ്താൽ നമ്മളിലേക്ക് ധനം ഒഴുകിയെത്താൻ തുടങ്ങും. അപ്രതീക്ഷിതമായ മാർഗങ്ങളിലൂടെ പോലും ധനം നമുക്ക് സ്വന്തമാകാൻ തുടങ്ങും. അതിനാൽ സ്വന്തം ഊർജത്തെ ഉയർത്തുവാൻ വേണ്ടിയുള്ള ഈ അഫർമേഷൻ ദിവസവും 2 തവണ കേൾക്കുക. രാവിലെ ഉണർന്ന ഉടനെയും രാത്രി കിടക്കുന്നതിന് മുമ്പും ഈ മണി അഫർമേഷൻ കേൾക്കുക. നമുക്ക് തുടങ്ങാം. ഞാൻ എന്നിലെ ഊർജത്തെ വർദ്ധിപ്പിക്കുവാൻ വേണ്ടി പരിശ്രമിക്കുകയാണ്. എൻ്റെ ഊർജം ഉയരുകയാണ്. പ്രവർത്തിക്കുവാനുള്ള എൻ്റെ ശക്തി വർദ്ധിക്കുകയാണ്. എൻ്റെ മനസ്സും എൻ്റെ ശരീരവും ഊർജവൽക്കരിക്കപ്പെടുകയാണ്. എൻ്റെ ഉള്ളിൽ അപാരമായ ഉത്സാഹവും ധനം ആർജിക്കുവാനുള്ള ശക്തിയും വന്നു ചേരുകയാണ്. എൻ്റെ ഉള്ളിൽ സ്മാർട്ടായി വർക്ക് ചെയ്യുവാനുള്ള ശക്തി ഉണ്ടാവുകയാണ്. എൻ്റെ അധ്വാനത്തിന് എനിക്ക് ഫലം ലഭിക്കുക തന്നെ ചെയ്യും. എൻ്റെ അധ്വാനം എനിക്ക് ധനമുണ്ടാക്കിത്തരും. എന്നാൽ ഞാൻ എൻ്റെ ജോലിയിൽ പൂർണ്ണമായ ഉത്സാഹത്തോടു കൂടിയിരിക്കണം. ധനമാർജിക്കുവാനുള്ള സന്തോഷവും ധനമാർജിക്കുവാനുള്ള ഉത്സാഹവും എന്നിലുണ്ടാവുകയാണ്. ഞാൻ ധനത്തെ ആകർഷിക്കുകയാണ്. ധനം ഊർജ്ജസ്വലരായവരിലേക്ക് ആകർഷിക്കപ്പെടും എന്ന നിയമം ഞാൻ മനസ്സിലാക്കിയിരിക്കുകയാണ്. ധനം പ്രവഹിക്കേണ്ട ഒരു സ്ഥലമായി ഞാൻ മാറുകയാണ്. എന്നിലെ ധനാകർഷണ ശക്തി വർദ്ധിക്കുകയാണ്. ഞാൻ ധനം ആകർഷിക്കുന്ന കാന്തമാണ്. എന്നിലേക്ക് ധനം ആകർഷിക്കപ്പെടുകയാണ്. ഈ പ്രപഞ്ചത്തിലുള്ള ധനം എത്രയധികമുണ്ടോ അതിൻ്റെ ചെറിയൊരു ശതമാനം മതി എൻ്റെ ജീവിതത്തിൽ ധനം വർദ്ധിക്കുവാൻ. ആ ഒരു ശതമാനത്തെ ഞാൻ ആകർഷിക്കുകയാണ്. മനസ്സിൽ ഈ പറയുന്ന ദൃശ്യങ്ങൾ വിഷ്വലൈസ് ചെയ്യൂ. ഞാൻ വളരെ ഊർജ്ജസ്വലമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. എൻ്റെ കർമ്മങ്ങളിൽ ഞാൻ വളരെ സന്തോഷത്തോടെ മുഴുകുന്നു. ഇത് സ്വയം വിഷ്വലൈസ് ചെയ്യും. കുറച്ചു സമയം ഞാൻ വളരെ സന്തോഷത്തോടു കൂടിയും വളരെ ചിരിച്ച മുഖത്തോടു കൂടിയും വളരെ ഉത്സാഹത്തോടു കൂടിയും എൻ്റെ ജോലികൾ ചെയ്തുകൊണ്ടിരിക്കുന്നു എന്ന് വിഷ്വലൈസേഷൻ ചെയ്യും.
ഇനി സ്വന്തം പേഴ്സ് മനസ്സിലേക്ക് കൊണ്ടുവരും. ആ പേഴ്സിൽ ധനം നിറഞ്ഞിരിക്കുന്നത് മനസ്സിൽ കാണും. സ്വന്തം പേഴ്സ് ധനം നിറഞ്ഞിരിക്കുന്ന ഒരവസ്ഥയിലാണ്. അതിൽ ധനത്തിൻ്റെ സമൃദ്ധിയാണ്. സ്വന്തം ബാങ്ക് ബാലൻസിൽ അവനവനിഷ്ടമുള്ള ഒരു ധനത്തിൻ്റെ സംഖ്യ വന്നു ചേർന്നതായി സങ്കല്പിക്കും. സ്വന്തം ബാങ്ക് ബാലൻസ് നിറഞ്ഞിരിക്കുന്നതായി ചിന്തിക്കും. വളരെയധികം ധനം കൊടുത്ത് മാത്രം വാങ്ങാൻ കഴിയുന്ന സാധന സാമഗ്രികൾ സ്വന്തം വീട്ടിൽ വാങ്ങിക്കുന്നതും ഉപയോഗിക്കുന്നതും മനസ്സിൽ കാണും. മനോഹരമായ ഒരു വീട് സ്വന്തമാക്കുന്നത് മനസ്സിൽ കാണും. ഏറ്റവും നല്ല സുന്ദരമായ കംഫർട്ടബിളായ ഒരു വാഹനം സ്വന്തമാക്കുന്നത് മനസ്സിൽ കാണും. ഞാൻ എല്ലാവർക്കും ധനം നൽകിക്കൊണ്ട് സാധന സാമഗ്രികൾ വാങ്ങുന്നത് മനസ്സിൽ കാണും. ഞാൻ ആർക്കെല്ലാം ധനം നൽകുന്നോ അവിടെയെല്ലാം ഞാൻ അല്പം ധനം അധികം നൽകുന്നത് കാണും. ഞാൻ ആരോടും ബാർഗെയിൻ ചെയ്യാതെ എല്ലാവർക്കും അർഹിക്കുന്ന ധനം നൽകുന്നതായി മനസ്സിൽ കാണും. മറ്റുള്ളവർ എന്നോട് സഹായം ചോദിക്കുമ്പോൾ അവർക്ക് ധനം നൽകുന്നതായി മനസ്സിൽ കാണും. എല്ലാവരും ധനം ലഭിക്കുന്നതിനായി എന്നെ സമീപിക്കുന്നു എന്ന് മനസ്സിൽ കാണും. ഞാൻ ധനത്തിൻ്റെ കാന്തമാണ്. ഞാൻ ധനത്തിൻ്റെ ചാലകമാണ്. ധനം എന്നിലൂടെ ഒഴുകുകയാണ്. ധനത്തിന് പ്രവഹിക്കുവാൻ ഒരു മീഡിയം വേണം. ഞാൻ ഊർജ്ജസ്വലമാകുമ്പോൾ ഞാൻ ധനത്തിൻ്റെ മീഡിയമായി മാറുന്നു. എൻ്റെ ഊർജം ധനത്തെ ആകർഷിക്കുന്നു. ഞാൻ വളരെ ഊർജ്ജസ്വലനാണ്. എൻ്റെ ഊർജം, എൻ്റെ സമയം ഇതെല്ലാം ചേർന്ന് എൻ്റെ പ്രവൃത്തിയുണ്ടാകുകയും എൻ്റെ പ്രവൃത്തിയിലൂടെ എനിക്ക് ധനം വന്നു ചേരുകയും ചെയ്യും. ആകസ്മികമായ രീതിയിൽ അപ്രതീക്ഷിതമായ വഴികളിലൂടെ എന്നിലേക്ക് ധനം വന്നു ചേരുന്നത് മനസ്സിൽ കാണും. വളരെയധികം ധനം ലഭിക്കുവാൻ സാധ്യതയുള്ള ഒരു സംരംഭമോ ഒരു ജോലിയോ ആരംഭിക്കുന്നത് മനസ്സിൽ കാണും. ആ ജോലിയിൽ വളരെ നല്ല പദവിയിലിരുന്നു കൊണ്ട് ജോലി ചെയ്യുന്നതും വളരെയധികം ധനം സമ്പാദിക്കുന്നതും മനസ്സിൽ കാണും. എൻ്റെ കൈകളിലൂടെ ദിവസവും ധാരാളം ധനം ക്രയവിക്രയം നടന്നുകൊണ്ടിരിക്കുന്നുവെന്ന്
സങ്കല്പിക്കൂ. നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു വലിയ ഷോപ്പിംഗ് മാളിൽ നിങ്ങൾ പ്രവേശിക്കുന്നതും വളരെയധികം ധനം മുടക്കി മാത്രം വാങ്ങാവുന്ന സാധനങ്ങൾ വാങ്ങുന്നതും മനസ്സിൽ സങ്കല്പിക്കൂ. ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലങ്ങളിലേക്ക് ഞാൻ സഞ്ചരിക്കുകയും ആ സ്ഥലങ്ങളെല്ലാം കാണുകയും ആസ്വദിക്കുകയും ചെയ്യുന്നു. ഇതെല്ലാം മനസ്സിൽ കാണും. ഞാൻ ചെയ്യാൻ ആഗ്രഹിച്ച യാത്രകളെല്ലാം ഞാൻ ചെയ്യുന്നതായി മനസ്സിൽ കാണും. എല്ലായിടത്തും എനിക്ക് ധാരാളം ധനത്തിൻ്റെ സമൃദ്ധിയുണ്ട്. ധനം എൻ്റെ സുഹൃത്താണ്. ധനം എനിക്ക് അർഹതപ്പെട്ടതാണ്. ധനം എൻ്റെ അവകാശമാണ്. ഈ ലോകത്ത് സമ്പന്നനായി ജീവിക്കുവാൻ എനിക്ക് അവകാശവും അധികാരവുമുണ്ട്. ധനം എൻ്റെ ദാസനാണ്. ധനം എനിക്ക് വേണ്ടി പ്രവർത്തിക്കുന്നു. ഞാൻ ധനമാകർഷിക്കുന്നൊരു കാന്തമാണ്. ഞാൻ ധനത്തിൻ്റെ യജമാനനാണ്. എന്നിലേക്ക് ധനം വന്നു ചേരുകയാണ്. എൻ്റെ കൈവശം ധനം നിറയുകയാണ്. ഞാൻ ധാരാളം ധനത്തിൻ്റെ ഉടമയാണ്. ഞാൻ ധനത്തിൻ്റെ ചാലകമാണ്. ഞാൻ ധനം ആകർഷിക്കുന്ന ഒരു കാന്തമാണ്. ഞാൻ പ്രതീക്ഷിക്കാത്ത വഴികളിലൂടെയെല്ലാം എനിക്ക് ധനം വന്നു ചേരുകയാണ്. ഞാൻ സ്വപ്നത്തിൽ പോലും കാണാത്ത മാർഗങ്ങളിലൂടെ എനിക്ക് ധനം സമ്പാദിക്കുവാനുള്ള വഴിയൊരുങ്ങുകയാണ്. ഞാൻ ധനത്തിൻ്റെ സമൃദ്ധിയുടെ നടുവിൽ ജീവിക്കുകയാണ്. എൻ്റെ ജീവിതത്തിൻ്റെ എല്ലാ ആഗ്രഹങ്ങളും ആവശ്യങ്ങളും പൂർത്തീകരിക്കുവാൻ ഉതകുന്ന അത്രയും ധനം എനിക്ക് വന്നു ചേരുകയാണ്. ഞാൻ ധനമാകർഷിക്കുന്ന കാന്തമാണ്.